എന്താണത്? ഞങ്ങൾ ഡ്രസ് എടുത്ത് റംസാക്കാം. ആ കുഴപ്പമില്ല, നിങ്ങൾ വേറെ എടുത്തോളി. ആണ്ടടാ അത് ബോംബെ അംശാണ്, സീനാണ്. പ്രാവശ്യം പെരുന്നാക്ക് ഒരു ജോഡി ഡ്രസ് എടുക്കാനുള്ള ഭാഗ്യച്ചില്ല. അതെന്തേ? അതെന്താ വെച്ചാൽ പൈസ വേണ്ടേ? അതിന് ഇജല്ല അംസക്കൊക്കെ പൈസ കടം കൊടുത്ത്. അതിന് ബോംബെന്റെ നടത്തം കണ്ട ഓന്റെ അടുത്ത് ഞാൻ കടം വാങ്ങിയ പോലെ. അതിന് ഓന്റെ അടുത്ത് ചോദിച്ചാൽ ചെന്നാലോ സാലേ കൂല ഉള്ളുക്കെ പറ്റാ പിന്നെ എന്തൊരു കുത്തുന്നറിയോ? ഞാൻ അതിന്റെ അടുത്ത് നടക്കൂല. ഓൻ ബോംബെ ആണേ, ഞാൻ ഇവിടെ ഇന്ത്യ. 100 ആയിസ അംസത വരുന്നു. അംസ എന്താടാ ഒന്നും കൂടെ എന്താണ് എനിക്ക് തരാനുള്ള പൈസ ഇവിടെ? ആർക്ക് പുതിയ വാങ്ങാനുള്ള പൈസ എന്റെ അടുത്തുണ്ട്. ഇന്ന പൈസ വെച്ചു തരൂലെന്നല്ലേ? അപ്പൊ ഞങ്ങൾക്ക് വല്ലാതൊന്നുമില്ലേ? പൈസ കൂടെ കൊണ്ടാ ഷർട്ട് കീറും കയ്യെടുക്കടാ. എടാ എച്ചിക്കൊക്കെ പൈസ ചോദിക്കണതിന് ഒരു മര്യാദ ഉണ്ട്. അത് ആ രീതിയിൽ വേണം ചോദിക്കാൻ. എങ്ങനെയാന്ന് പറഞ്ഞിട്ട് അത് എങ്ങനെയാന്നുള്ളത് അനക്ക് ഞാൻ കാണിച്ചത്. ഇത് പിടിച്ചാ ഇവിടെ വന്ന് ഇങ്ങനെയാണ് പൈസ ചോദിക്കുന്നത്. ഇപ്പിച്ച് മനസ്സിലായി. ഇനി അംസം ഇങ്ങോട്ടേക്ക് ഞാൻ ചോദിച്ചത് പിടിച്ചാ ഇങ്ങോട്ടേക്ക്. അന്റെ പൈസ അല്ല അല്ല അതാ അങ്ങനെ അങ്ങനൊന്നും അല്ലേ എന്തേ ഉണ്ടായേ? അതിന്റെ കാര്യം ഒന്നും പറയണ്ട. എന്നാജ് പറയണ്ട. അല്ല അങ്ങനല്ലടാ, അതല്ലേ പിന്നെന്താ? എടാ ബോംബെ എനിക്ക് പൈസ ഒന്ന് പോയി, എനിക്ക് തല്ലാൻ പറ്റിയില്ല. അതിനെന്തൊക്കെ പൈസ കിട്ടിയില്ലേ? ഇനി എങ്ങനെ ഡ്രസ് എടുക്കാൻ പോവാ നമ്മള്? എല്ലാരും എടുക്കണ അഡ്നോക്സ് എന്നല്ലേ? അവിടെ നല്ല കളക്ഷൻ അല്ലേ? അവർക്കല്ലേ പോവാ ഇന്ത്യ. ഞങ്ങള് നമ്മൾ ഇപ്പോൾ ഉള്ളത് കോട്ടക്കുള്ള അഡ്നോക്സിലാട്ടോ. ഇവർക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ സെലക്ഷന്റെ കാര്യത്തിലും കളക്ഷന്റെ കാര്യത്തിലും ഒരു രക്ഷയില്ല. അത് മാത്രമല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കുറഞ്ഞ പൈസക്ക് ഇവർക്ക് കൊടുക്കാനും കഴിയും. പെരുന്നാളിന്റെ ഭാഗമായിട്ട് ഇവർ പിടുത്തം വിട്ട ഓഫറാ കൊടുക്കണം കേട്ടോ. 2999 നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് ഷർട്ട് എടുത്താലും 299 കൊടുത്താൽ മതി. അപ്പൊ ഈ ഓഫർ അഡ്നോക്സിന്റെ എല്ലാ ബ്രാഞ്ചിലും ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി ഒന്നും നോക്കണ്ട, പെരുന്നാൾ കളറാക്കാം, നേരെ വിട്ടോളി അഡ്നോക്സ്.